ഇന്ന് പെസഹ, പാസ് ഓവർ, കടന്നു പോവുക എന്നർത്ഥം. അതെ, സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ നമ്മോടൊത്ത് വസിക്കുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. പഴയ നിയമ പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് മധ്യേ കടന്നുപോയ അനുഭവമായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്തു കൂടെ വസിക്കുന്നതിൻ്റെ അനുഭവമാണ് എന്ന് ഈ പാസ് ഓവർ അഥവാ പെസഹ നമ്മെ ഓർപ്പെടുത്തുന്നു. ഒരു ദൈവം ഒരു അത്താഴമേശയിൽ തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്തായ കൃപയുടെ ദിനം കൂടിയാണെന്ന്. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് സ്നേഹത്തിൻ്റെ പാഠം ഭൂമിയെ പഠിപ്പിച്ച ശേഷം തൻ്റെ ശരീരവും രക്തവും പങ്കുവച്ച് നൽകിക്കൊണ്ട് ആ സ്നേഹം ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിർത്തുവാൻ അവിടെ നമ്മെ പഠിപ്പിച്ച ദിനം കൂടിയാണെന്ന്. അതെ, ഓരോ കാസയും ഉയരപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ബലവും അവിടെ നമുക്ക് പകർന്നു നൽകിയ ഏറ്റവും മനോഹരമായ പാഠവും നമ്മുടെ ഹൃദയത്തിലേക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഓരോ ബലിയും ഒരു സമർപ്പണമാണ്. അതെ, സ്വർഗത്തിലെ ദൈവത്തെ പ്രതി ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും ദൈവത്തിനു മുമ്പിൽ സ്വീകാര്യമാകുന്നത് സാഹോദര്യ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ്. ക്രിസ്തു അവസാനം വരെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് പങ്കുവച്ച് നൽകുകയും ചെയ്തു. ഈ അനുസ്മരണം നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത സമൃദ്ധമായി വളരാൻ പ്രാർത്ഥിക്കണം. ഒപ്പം ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ, അവൻ സഹിച്ചതുപോലെ സഹിക്കുവാൻ, അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കാൻ ഈ ദിനം സഹായമാകട്ടെ. പെസഹ നമുക്കൊരു അനുഭവമാകുവാനും പങ്കുവയ്ക്കലിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനസ്സ് ഭൂമിക്ക് നൽകാൻ കൃപാവരം നൽകണമേ എന്നും ഈ ദിനം നമുക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം.